അമ്മ എങ്ങനെയോ കൊല്ലപ്പെട്ടു. അച്ഛൻ എവിടെയാണെന്ന് ഒരു നിശ്ചയവുമില്ല. അങ്ങനെ ആ സിംഹക്കുട്ടി കാട്ടിൽ ഒറ്റയ്ക്കായി. അതുവഴി ഒരു ആട്ടിൻപറ്റം വന്നു. അവർ കൗതുകത്തോടു കൂടി ആ സിംഹക്കുട്ടിയുടെ ചുറ്റിനും കൂടി. സഹതാപം തോന്നി ആ ആട്ടിൻപറ്റം സിംഹക്കുട്ടി അവരുടെ കൂടെ കൂട്ടി. അങ്ങനെ ആ സിംഹക്കുട്ടി ആ ആട്ടിൻപറ്റത്തിനോട് ചേർന്ന് വളർന്നു. താൻ ആരാണെന്നോ തന്നിൽ നിക്ഷിപ്തമായ ശക്തി എന്താണെന്നോ ആ സിംഹക്കുട്ടിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മൃഗരാജനായ സിംഹക്കുട്ടിയാണ് താനെന്ന് ആരുമൊട്ട് പറഞ്ഞതുമില്ല. അങ്ങനെ ആടിന്റെ കൂടെ നടന്ന് തളിരിലകൾ കടിച്ചു നിന്നുകൊണ്ട് ആ സിംഹക്കുട്ടി ജീവിച്ചു. ആടിനെ പോലെ അലയ്ക്കുകയും ശാന്തമായി വർത്തിക്കുകയും ചെയ്തു. താനൊരാടാണെന്ന് അവൻ സ്വയം വിശ്വസിച്ചു. ഒരു ദിവസം ഒരു സിംഹം ഉയർന്ന പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് താഴ്വരയിൽ മേയുന്ന ആട്ടിൻപറ്റത്തിൽ നിന്നും ഒരെണ്ണത്തിനെ തട്ടിയെടുക്കുന്നതിനുള്ള അക്കം പാർത്തിരിക്കുകയായിരുന്നു. അതാ ഒരു സിംഹക്കുട്ടി. സിംഹം ആ ആട്ടിൻപറ്റത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതെ, സിംഹക്കുട്ടി തന്നെ. സിംഹം ഒന്ന് ഗർജിച്ചു. സിംഹക്കുട്ടി തിരിഞ്ഞു നോക്കി. തന്നെപ്പോലെ ആകൃതിയുള്ള ആ സിംഹത്തിന്റെ ഗാംഭീര്യവും രാജകീയ ഭാവവും കണ്ടപ്പോൾ ആ സിംഹക്കുട്ടിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സിംഹം സടകുടഞ്ഞെണീറ്റു. അവനും ഒന്ന് മൂളി. അതോടുകൂടി താനും ഒരു സിംഹം തന്നെയാണെന്ന് അവന് ബോധ്യമായി. അവൻ കാട്ടിലേക്ക് ഓടി മറയുകയും ചെയ്തു. ഈ സിംഹക്കുട്ടി നമ്മളിൽ പലരെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. നാം എന്താണെന്നോ നമ്മളുടെ ശക്തിവിശേഷം എന്താണെന്നോ തിരിച്ചറിയാതെ ആട്ടിൻപറ്റത്തിന്റെ കൂടെ ജീവിച്ച് ഇലകളും പുല്ലും ഭക്ഷിച്ച് ജീവിക്കുന്ന സിംഹക്കുട്ടിയെ പോലെയാണ് നാം കഴിയുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് അറിയണമെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? എൻ്റെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇതിന് ഉത്തരം കിട്ടുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.